ആക്രമണം അവസാനിപ്പിച്ചത് ടെഹ്റാൻ അഭ്യർത്ഥിച്ചിട്ട് ട്രംപിന്റെ അവകാശവാദം പൊളിയുന്നു. സൗദിയും ഗൾഫ് രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തിയത് തീരുമാനത്തിലേക്ക് എത്തിച്ചുവെന്ന് സൂചന. എണ്ണ കമ്പനികൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം മേഖലയിലാകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ തകർക്കുമെന്നും സൗദി. ഇന്ന് പുതിയ ചർച്ചകൾ ആരംഭിക്കുമെന്ന് ട്രംപ്. കരാറിന് സമയപരിധി നിശ്ചയിക്കാതെ അമേരിക്കൻ പ്രസിഡന്റ്. കൃത്യമായ സമയപരിധിയില്ല. പ്രതികരിക്കാതെ ഇറാൻ. ഏഷ്യൻ വിപണിയിൽ ആഗോള എണ്ണവിലയിൽ ഇടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 4.5% കുറഞ്ഞ് $83 ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഒമാനുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ജലപാത ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ലെന്നും ടെഹ്റാൻ. ഹോർമുസ് വഴിയുള്ള പുതിയൊരു സമുദ്രപാത ഒരുക്കുന്നതിന്റെ ആലോചന ഇരുപക്ഷത്തിന്റെയും അവകാശങ്ങളെ മാനിക്കുകയും ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ടെഹ്റാൻ. നിരായുധീകരണ കരാർ വായുവിൽ നിൽക്കെ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18ആയി. ഹമാസിന്റെ 2 കമാൻഡർമാരെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ. US സമാധാന പദ്ധതിക്ക് പിന്നാലെ ആക്രമണം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 15ആയി. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ. മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട്. ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ തുറക്കും. പമ്പയിലും ജലനിരപ്പ് ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ. ഇടുക്കിയിലും കോട്ടയത്തും മലയോര മേഖലയിൽ അതിശക്തമായ മഴ. ഇടുക്കിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി യാത്രാ നിരോധനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം വിലക്ക്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം. ഗൂഢാലോചന നടത്തിയ നേതാക്കളെ കണ്ടെത്തിയിട്ടില്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കുറ്റമെന്നും ജാമ്യം നൽകരുതെന്നും ഇഡി. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ ശക്തമായ സ്ഫോടനം. പോലീസ് വാഹനത്തെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. 18 പേർക്ക് പരിക്ക്. ചാവേർ ആക്രമണമാണെന്ന് പ്രാഥമിക നിഗമനം. പോത്തിറച്ചി വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. ഇറച്ചി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ആദ്യ 10 സ്ഥാനങ്ങളിൽ. ഇറച്ചി കയറ്റുമതിയിൽ രാജ്യത്ത് ഒന്നാമത് ഉത്തർപ്രദേശ്. ജൂൺ വരെയുള്ള കാലയളവിൽ കയറ്റി അയച്ചത് 14,241 കോടി രൂപയുടെ പോത്തിറച്ചി.